Hi guys, എല്ലാവർക്കും സുമാക്കി ഫാമിലിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് സെക്കൻഡ് സാറ്റർഡേയിൽ നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ സെക്കൻഡ് സാറ്റർഡേകളിൽ നമ്മൾ നവോദയ, അതായത് എൻ്റെ മോൻ്റെ അടുത്തേക്ക് പോകാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ പോയില്ല. വിക്രം പോയി, ഞങ്ങളൊന്നും പോയി, ഞാനും അർണവും പോയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മോർണിംഗിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ തയ്യാറാക്കി എന്നുള്ളത് കാണിക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പി ആണ് കേട്ടോ. ഇപ്പി ഇല്ലേ, നമ്മുടെ എന്താ പറയുക മാഗി ഇപ്പി, അതാണ്. അത് മസാലയൊന്നും ചേർക്കാതെ നമ്മൾ ആ നൂഡിൽസ് മാത്രം വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഈ ഗ്യാസിൻ്റെ ചുറ്റും കണ്ടിട്ട് ഒരു പൂക്കളട്ടിരിക്കുന്ന പോലെ ഇല്ലേ, അത് ഈ പറഞ്ഞ എന്താ പറയുക, നമ്മൾ ജാതിക്ക അപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ അത് ഉണങ്ങി കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഗ്യാസിൻ്റെ സൈഡിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഗ്യാസ് ഓണാക്കും. അപ്പോൾ പിന്നെ ആ ഒരു ചൂടിൽ അതൊന്ന് ഉണങ്ങി കിട്ടും. ഓക്കെ, അപ്പം അതിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ വിക്രമിൻ്റെ പണിയാണ് അതൊക്കെ. അപ്പോൾ നമ്മളപ്പോൾ നൂഡിൽസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ വെച്ചു. പാൻ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് സവോള, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ തക്കാളി, ഈ 4 സംഭവങ്ങളാണ് നമ്മളിതിൽ ചേർത്തത്. ഇത് സിമ്പിളാണ്, ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ എന്താ പറയുക, ഇപ്പിയൊക്കെ വെച്ചിട്ട്, ഇപ്പി അല്ലെങ്കിൽ മാഗി ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ നൂഡിൽസും പാസ്തയൊക്കെ വേവിച്ചെടുക്കില്ല, അതുപോലെ നമ്മൾ എന്താ പറയുക ഇപ്പി നൂഡിൽസ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്താ പറയുക ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് സവോള, ക്യാരറ്റ്, തക്കാളി, ക്യാപ്സിക്കം ഇട്ട് വഴറ്റ്. ഞങ്ങൾക്ക് വേറെ വെജിറ്റബിൾസൊക്കെ ചേർക്കാണ്ടോ, പനീറോ മഷ്റൂമോ അങ്ങനെ ബീൻസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസൊക്കെ ചേർത്തോ, അല്ലെങ്കിൽ മീറ്റ് ആയാലും കുഴപ്പമില്ല. ഏതൊക്കെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണിത്. പിന്നെ നമ്മളിതാ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഗാർലിക്കാണ്. ഗാർലിക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയല്ല, ഗാർലിക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതും ചേർത്തിട്ട് നമ്മളൊന്ന് എന്താ പറയുക വഴറ്റിയെടുക്കുക. വല്ലാണ്ട് അങ്ങനെ വഴണ്ട് വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് ചെറുതായിട്ട് ക്രിസ്പായിട്ട് കടിക്കാൻ വെജിറ്റബിൾസ് കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ വല്ലാണ്ട് അങ്ങനെ വഴണ്ട് എടുക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാനും, അത് ചേർത്ത് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മളിപ്പോൾ സോയ സോസ് ചേർത്തിട്ടില്ലേ, അപ്പോൾ നമ്മൾ സോയ സോസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ അംശം എന്താ പറയുക, ഇതിലൊക്കെ ഉപ്പുള്ള കണ്ടൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ 1 ടീസ്പൂൺ സോയ സോസ് ചേർത്തു. അതുപോലെ തന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഓൾറെഡി ഞാൻ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് മാത്രമേ ചേർത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത് കുറച്ച് ഷുഗറാണ്. അതൊരു 1/2 ടീസ്പൂണോളം, 1/4 to 1/2 ടീസ്പൂണോളം ഷുഗർ, അത് നിങ്ങളുടെ ഇത് നോക്കിയിട്ട് ചേർക്കുക, ആ ഒരു ടേസ്റ്റ് വൈസ് നോക്കിയിട്ട് ചേർക്കുക. ഷുഗർ ചേർത്തു. പിന്നെ നമ്മൾ കുറച്ച് പെപ്പർ പൗഡറാണ് ചേർക്കുക. എരിവിന് ഇപ്പോൾ നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് പെപ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. നന്നായിട്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മാഗിയുടെ ക്യൂബിൽ, ചിക്കൻ ക്യൂബ് നമുക്ക് വാങ്ങിക്കാൻ കൊടുക്കും, സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല. അത് ഒരു പാക്കറ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇപ്പി എടുത്തിരിക്കുന്നത് 1 2 3 കേക്കാണ് നമ്മൾ ഇപ്പി എടുത്തിരിക്കുന്നത്. അപ്പോൾ നൂഡിൽസ് നമ്മൾ ഇപ്പി നൂഡിൽസ് എടുത്തിരിക്കുന്നത് 3 എണ്ണമാണ്. അത് നമ്മൾ എടുത്തിരിക്കുകയാണ്. 3 4 വരെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെല്ലാം ചേർത്ത് മിക്സാക്കി ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇപ്പിയുടെ മസാല ഇതിൽ ചേർക്കുന്നില്ല. നമുക്ക് ഇപ്പിയിലോ അല്ലെങ്കിൽ മാഗിയിലൊക്കെ കിട്ടുന്ന ടേസ്റ്റ് മേക്കർ ഉണ്ടല്ലോ, അത് നമ്മളിതിൽ ചേർക്കുന്നില്ല. നമ്മൾ വേറെ എക്സ്ട്രാ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും മാഗി ക്യൂബ്സ് എന്ന് പറഞ്ഞിട്ട്, ചിക്കൻ ക്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ, അത് വാങ്ങിച്ചിട്ടാണ്, അതാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ടേസ്റ്റ് മേക്കറായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതാണ്. നിങ്ങൾക്കതല്ല, അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പിയുടെ തന്നെ ടേസ്റ്റ് മേക്കർ ചേർത്ത് കൊടുത്താലും മതിയാവും. ഓക്കെ, ഇനി നമ്മളിതാ നൂഡിൽസൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ല കിടു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ആയിരുന്നു. പിന്നെ ഞാനും അർണവും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കാലത്ത് നൂഡിൽസ് തയ്യാറാക്കി. അങ്ങനെ നൂഡിൽസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കൊറിയർ വന്നത്. നമുക്ക് അൺബോക്സിങ് ചെയ്യാണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കൊറിയർ വന്നത്, അപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ്. ഞാൻ എന്താ വാങ്ങിച്ചതെന്നുള്ളത് നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം.
എനിക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചത്. ആക്ച്വലി എനിക്ക് സെറാമിക്കിൻ്റെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. സെറാമിക് സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചില്ലിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം സെറാമിക്കാണ്. സെറാമിക് ഇസ് മൈ ഫേവറേറ്റ് എന്ന് പറയാം. ഞാൻ പറയും, ആരെങ്കിലോടൊക്കെ പറയും, ഇപ്പോൾ എന്താ പറയുക, എനിക്ക് എന്തെങ്കിലും നിങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറാമിക്കിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറയും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറാമിക് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ. ഇപ്പോൾ കുക്കിങ്ങിൻ്റെ ഇതിൽ തന്നെ കിച്ചണിലാണ് കൂടുതലും നമ്മൾ സെറാമിക്കിൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ കൂടുതലും അതാണ് എനിക്കിഷ്ടം അതാണ് കേട്ടോ. പ്രിഫർ ചെയ്യല്ല, എൻ്റെ പേഴ്സണൽ എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ഒരു സെറാമിക്കിൻ്റെ ഒരു സാധനമാണ് ഞാനിപ്പോൾ വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണണമായിരിക്കും. ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് എന്താ സംഭവം എന്നുള്ളതൊക്കെ. അപ്പോൾ അതാ നമ്മൾ ഓപ്പൺ ചെയ്യണം. നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ, അടിപൊളി പാക്കിംഗ് ആയിരുന്നു. അതായത് അത് പൊട്ടാതെ കിട്ടണമല്ലോ, സെറാമിക്കൊക്കെ പൊട്ടും, പക്ഷെ നല്ല പാക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇത് വിഷിംഗ് ചെയർ എന്ന് പറഞ്ഞുള്ളൊരു ഇതിൽ നിന്നാണ് അത് ആക്ച്വലി നമ്മൾ ആമസോണിൽ നിന്ന് വിഷിംഗ് ചെയർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്ത് ആമസോണിൽ നിന്നാണ്. ആൻഡ് ദ തിങ് ഈസ് നമ്മൾ കട്ട വെയിറ്റിംഗ് നോക്കിക്കോളൂ എന്താ സംഭവം എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മിക്ക ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. യെസ്, ദിസ് വൺ. ഇപ്പോൾ ഇത് മനസ്സിലായോ? ഇതാണ് സംഭവം. ഇതൊരു മെഷറിങ് കപ്പാണ്, ആക്ച്വലി സെറാമിക്കിൻ്റെയാണ്. അപ്പോൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ നല്ല ക്യൂട്ടല്ലേ കാണാൻ, നല്ല കളർഫുള്ളുമാണ്, നല്ല രസമാണ്, അത് ക്യൂട്ടുമാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് മെഷറിംഗ് കപ്പ് എന്നുള്ളതല്ല, പൊതുവെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളോടും ഇങ്ങനത്തെ, അതായത് സെറാമിക്കിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ കിച്ചണിൽ യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിപ്പോൾ കുക്ക് വെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബൗൾസ് ആയിക്കോട്ടെ, മഗ്സ് ആയിക്കോട്ടെ, ഇതുപോലത്തെ മെഷറിംഗ് കപ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതെനിക്ക് സെറാമിക്കിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റാണ് നമ്മൾ അൺബോക്സിങ് ചെയ്തത്. നല്ല അടിപൊളി സാധനം. ഇപ്പോൾ ഞാനിതാണ് യൂസ് ചെയ്യണേ. പക്ഷേ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. കാരണം ഇത് സെറാമിക് ആയതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് വീണാൽ പൊട്ടും, പിന്നെ പണി വാളും. പിന്നെ ഇതിന് റേറ്റ് വരുന്നത് 1050 ആണ്. അത്യാവശ്യം ഈ സെറാമിക്കിൻ്റെ സാധനങ്ങൾക്ക് അത്യാവശ്യമൊക്കെ റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് 1050 ആണ് എൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ നൂഡിൽസ് അവിടെ തയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അർണവ് ഇത് ക്ഷമയില്ലാതെ നിൽക്കുകയായിരുന്നു നൂഡിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. അവന് നൂഡിൽസ് ആയപ്പോൾ അവന് ക്ഷമയില്ല. അപ്പോൾ അമ്മ തായോ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വേഗം എന്താ പറയുക എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി നൂഡിൽസാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം. ഇത് നമുക്ക് സ്കൂളിലേക്കൊക്കെ വേണമെങ്കിൽ കൊടുത്തു വിടാം. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ 2 പേരും ടിവിയും കണ്ടുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മുന്നത്തെ വീഡിയോസൊക്കെ കാണാൻ, അതുപോലെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമ്മളൊരു ഫാമിലി ആവാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശൊന്നും പോവില്ല, പേടിക്കേണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.